പൗലോസ് സ്തോത്രം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ എഴുതി, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ കൈക്കൊണ്ടതിനാൽ അത് നിങ്ങളിൽ വ്യാപരിക്കുന്നു. സ്തോത്രം. അപ്പോൾ തെസ്സലോനിക്ക സഭ വചനം കേൾക്കുകയല്ല ചെയ്തത്, അവർ കൈക്കൊണ്ടു. ഇന്ന് പലരും വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കപ്പെടാത്ത വചനങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കപ്പെടുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ സ്തോത്രം, വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കപ്പെടാത്ത വചനങ്ങൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൽ ഈ വചനം നിങ്ങൾ കൈക്കൊള്ളുവാൻ, സ്വീകരിക്കപ്പെടുവാൻ തുറന്ന മനസ്സോടുകൂടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പകലിൽ പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് കൈമാറാം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് പകലിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവി വചനത്തിന്റെ കേൾവി എന്റെ ഹൃദയങ്ങളെ തുറക്കണമേ. വിശ്വസിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ ശക്തി എന്റെ അകത്ത് രൂപാന്തരമായി വെളിപ്പെട്ടു വരണമേ എന്ന് ഇന്ന് പകലിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹാലലൂയ റാംഥനിയ ലബോക്കോ റിയാസ്മനെ തിരിയാധന ആൽബറ മെസിയാന്ധന അൽബനഹാണ്ടറ ബോക്കോറിയ സിഹിനിയാന്ധന. സ്തോത്രം. 100 വർഷമായി പെന്തക്കോസ് ആരംഭിച്ചിട്ട് സ്തോത്രം, ഞാനൊരു 3ാം തലമുറ പെന്തക്കോസുകാരനാണ്. അതുകൊണ്ട് തന്നെ പ്രസംഗം കേട്ട് 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 സ്തോത്രം, ഇതുപോലെ പ്രസംഗം കേട്ട ഒരു സമൂഹത്തെ വേറെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്, പ്രസംഗത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തില്ല, പക്ഷെ കേൾക്കുന്ന വചനം വിശ്വാസമായി സ്വീകരിക്കപ്പെടുമ്പോൾ ആ വചനത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഇന്ന് പകലിൽ സ്തോത്രം, വചനത്തിന്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരങ്ങൾക്കകത്ത് ആത്മാവിൽ ജീവനായി വെളിപ്പെട്ടു വരുമ്പോഴാണ് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ഈ ഞായറാഴ്ച കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ വേണ്ടി പോകുകയാണ്. ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആയി മാറാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തനാണ് ജോബിൻ പാസ്റ്റർ. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി, ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകളെ സ്തോത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന്റെ അഭിഷേകത്താൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തനാണ് കർത്താവിന്റെ ദാസൻ. ആ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ നിങ്ങളോട് ഇടപെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വിടുതലായി സംഭവിക്കുവാൻ വേണ്ടി സ്തോത്രം, ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് ആത്മാവിൽ വചനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആത്മ അന്തരീക്ഷം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം. യേശുവിന്റെ നാമത്തില് കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് പകലിൽ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തി ഞങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള വിടുതലുകൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. മാനസിക മേഖലകളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ വചനത്തിന്റെ കേൾവിയിലൂടെ സ്വസ്ഥത അനുഭവിക്കട്ടെ. കർത്താവെ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ സ്തോത്രം അവരുടെ മേലൊരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തുറന്നു വരട്ടെ. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ ജനം ഇപ്പോൾ കടന്നു പോകുന്ന ക്രൈസിസിന്റെ മേല് ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന്, ഈ വചന കേൾവിയിലൂടെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തില് സുവിശേഷം കേട്ടവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്നവരിലേക്ക് ആത്മാവ് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ വെളിപ്പെടും. മുഴുവൻ മഹത്വം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുകയാണ്. ഞാൻ സ്തോത്രം, ഒരു വലിയ പ്രസംഗമല്ല, എന്റെ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നതും എനിക്ക് ദൈവം ബോധ്യമാക്കി തന്നിരിക്കുന്ന ചില സുവിശേഷ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. സ്തോത്രം. വളരെ ശാന്തമായി നിങ്ങളത് കേൾക്കുമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം സ്തോത്രം, വളരെ ശാന്തമായി ദൈവവചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ അകത്ത് ആത്മാവ്
ആമേ സ്തോത്രം നിർബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആമേ ഞാൻ കണ്ടിട്ടുണ്ട് ആമേ സ്തോത്രം മീറ്റിംഗിനകത്ത് അസാധാരണമായ ദൈവശക്തി ആമേൻ ഇരിക്കുന്ന റൂമിനകത്ത് വ്യാപരിച്ചപ്പോൾ ആമേൻ പരിസരം മറന്ന് ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കുന്നതും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് എങ്ങനെ ആത്മശക്തിയുടെ പ്രദർശനത്തെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ആമേ സ്തോത്രം അനുഭവിക്കുവാൻ ദൈവമക്കൾ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ തന്നെ ആമേ സ്തോത്ര ഹല്ലേലൂയ ഇരിക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ആമേ സ്തോത്രം. അതുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വചനത്തിന്റെ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അത് വിശ്വാസമായി ആമേ സ്തോത്രം നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എങ്ങനെ അതിനെ കൈക്കൊള്ളണമെന്ന് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ തീരുമാനിക്കാനിടയായി തീരട്ടെ. ഓക്കെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ വചനത്തിൽ നിന്ന് പറയാം. ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു പ്രസംഗമായിരിക്കത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ ആമേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാനിടയാകും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യവും അതിന്റെ ആമേ സ്തോത്രം 11-ാമത്തെ വാക്യം ഒന്ന് ദയവ് ചെയ്ത് വായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യവും അതിന്റെ 11-ാം വാക്യവും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. മതി. അതിന്റെ 11-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മതി. ആമേ സ്തോത്രം. ഞാന് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് താൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക്. അതിന്റെ അർത്ഥം പൗലോസ് പറയുന്നത്, ഞാൻ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നു. ഈ കാലഘട്ടത്തില് വളരെയധികം ആമേ സ്തോത്രം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ് ഈ മേഖല. പണ്ട് മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 3-ാം തലമുറ പെന്തക്കോസ് വിശ്വാസിയാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, പെന്തക്കോസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പാലക്കാട് ശുശ്രൂഷിക്കുന്നത്. ഓക്കെ, ആമേ സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞു പോകുന്നു. അപ്പോൾ പൗലോസിന്റെ സുവിശേഷം എന്താണ്? പൗലോസ് എന്ത് സുവിശേഷമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആമേ സ്തോത്രം. നമ്മൾ ആരെങ്കിലും നമ്മളോടൊരു സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രസംഗം പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ മിക്കവാറും ഈ കാലഘട്ടങ്ങളിൽ വിമർശനാത്മകമായ രീതിയിൽ വചനം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനെ അളവുകോല് വെച്ച് അളന്നു തിരിച്ച് നമ്മൾ അതിനെ ആമേ സ്തോത്രം മാറ്റി നിർത്തുന്ന ഒരു പതിവ് നമുക്കുണ്ട്. എന്നാൽ ആമേ സ്തോത്രം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അത് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിന് എതിരായിട്ട് സ്വർഗത്തിൽ ദൂതന്മാരാകട്ടെ ഞാനാകട്ടെ മറ്റാരെങ്കിലും നിങ്ങളുടെ അടുക്ക വന്നു പറഞ്ഞാൽ നിങ്ങൾ കൈക്കൊള്ളത്. അതിന്റെ അർത്ഥം ആമേ സ്തോത്രം നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ജോബിൻ പാസ്റ്റർ പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. ആമേ സ്തോത്രം ഞാൻ പറയുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് വേറൊരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷം എന്താണ് എന്ന് പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി എഴുത വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അതറിയാതെയാണ് നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞ് മറ്റൊന്നിനെയും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് തഴമ്പിച്ചിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിൽ മാത്രമേ സ്വർഗീയ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ തേജസ്സേറിയ സുവിശേഷത്തിന്റെ യഥാർത്ഥമായ അനുഭവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ അവിശ്വാസികളുടെ ഹൃദയം ആമേ സ്തോത്രം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം തേജസ്സുള്ള സുവിശേഷത്തെ മറച്ചു കളഞ്ഞു അല്ലെങ്കിൽ കുരുടാക്കി കളഞ്ഞു. അപ്പൊ തേജസ്സുള്ള സുവിശേഷത്തിന്റെ തേജസ് പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ
കുരുടാക്കി വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വിശ്വസിക്കേണ്ട സുവിശേഷം എന്ന് പറയുന്നത് തേജസ്സിന്റെ സുവിശേഷമാണ്. തേജസ്സിന്റെ സുവിശേഷമാണ്. എന്താണ് തേജസ്സിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ? അമേഷ്ഠോത്രഹലില്ല, തേജസ്സിന്റെ സുവിശേഷത്തെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ യഥാർത്ഥമായ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് പ്രകാശിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം ബൈബിൾ കോളേജിൽ പഠിച്ച് ഏതൊരാളുകളും അമേഷ്ഠോത്ര പെട്ടെന്ന് പറയുന്ന ഒരു വാക്യമാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ വാക്യം കൊണ്ട് തീരുന്നതാണോ സുവിശേഷം? ഒരിക്കലുമല്ല. അമേഷ്ഠോത്രം. അപ്പം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ ആ ഓർമ്മയ്ക്കകത്തുള്ള ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ആത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് വരേണ്ടത്. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്ക് അകത്ത് അറിവായിട്ട് ഈ വാക്യം വിളിച്ചു പറയുന്നതല്ല സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അകത്ത് ആത്മാവിൽ വെളിപ്പെടേണ്ട ഒരു ദൈവിക രഹസ്യമുണ്ട്. ആ രഹസ്യമാണ്, ആ മർമ്മമാണ് സുവിശേഷത്തിന്റെ യഥാർത്ഥമായ വെളിപ്പാടുകളിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുന്നത്. അമേഷ്ഠോത്രം. എന്താണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ആ വലിയ രഹസ്യം, ആ മർമ്മത്തിന്റെ രഹസ്യം എന്താണ്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേഷ്ഠോത്രം. റോമർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാണ്. റോമർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമ്മുടെ പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അടുത്ത വാക്കോട് വായിച്ചാട്ടെ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഇന്നലകളിൽ മദ്യപിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ മദ്യപാനം മാറ്റി ആമേഷ്ഠോത്ര സഭ മാറിയതല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഇന്നലകളിൽ ആമേഷ്ഠോത്ര ജനിച്ചു വീണ മതസംവിധാനത്തെ ആചാരങ്ങളും അനാചാരങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ആമേഷ്ഠോത്ര മറ്റ് ഒരു മതസംവിധാനത്തിലേക്ക് ആമേഷ്ഠോത്രം മാറ്റപ്പെട്ടതല്ല സുവിശേഷം എന്ന് പറയുന്നത്. മറിച്ച് ആമേഷ്ഠോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേഷ്ഠോത്ര ഹല്ലേലൂയ, സുവിശേഷം എന്നത് വിശ്വാസത്താൽ ഒരുവന്റെ മേൽ ദൈവത്താൽ ലഭിക്കപ്പെടുന്ന നീതീകരണമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ നീതീകരണത്തിനകത്ത് പൗലോസ് പറയുകയാണ്, വിശ്വാസത്താൽ നിങ്ങൾക്ക് നീതീകരണം ലഭിച്ചിട്ട് നാം നിൽക്കുന്ന കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനവും പ്രവേശനവും ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ആമേഷ്ഠോത്രം ഈ സുവിശേഷം ആമേഷ്ഠോത്രം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേഷ്ഠോത്രം സുവിശേഷത്തിന്റെ അകത്ത് ആമേൻ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക മർമ്മമുണ്ട്, ഒരു ദൈവിക രഹസ്യമുണ്ട്. അതാണ് നമുക്ക് തുറന്നു ലഭിക്കപ്പെടേണ്ടത്. ആ തുറന്നു ലഭിക്കപ്പെടുന്ന സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യമാണ് അടിമത്തത്തിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സുവിശേഷം വിശ്വസിക്കുന്ന പല ആളുകളും ഇന്നും ബന്ധനത്തിനകത്ത് കിടക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്നും പോരാട്ടത്തെയും ബന്ധനത്തെയും ആമേഷ്ഠോത്രം മുന്നിൽ കാണുന്നതിന്റെ കാരണം എന്താണ്? ഇന്നും സുവിശേഷം ഒരു മനുഷ്യൻ വിശ്വസിച്ചിട്ടും ആമേഷ്ഠോത്രം പാസ്റ്റർ വല്ലാത്ത പോരാട്ടമാണ്, വല്ലാത്ത ബന്ധനമാണ്, ആമേഷ്ഠോത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലം മാറുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കും, വർഷത്തിൽ ഒരു പ്രാവശ്യം 21 ഇരിക്കും, ആമേഷ്ഠോത്രം എവിടെയെല്ലാം പവർ മീറ്റിംഗ് ഉണ്ടോ അതിനെല്ലാം സമ്മതിക്കും. എന്നാലും ആമേഷ്ഠോത്രം ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾക്കകത്ത്
അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. അനുഗ്രഹത്തിലേക്ക് ചുവടുകൾ വെക്കാൻ കഴിയുന്നില്ല. പിന്നെ ആകപ്പാടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്ര ഹല്ലേലൂയ നമ്മൾ അങ്ങ് ആശ്വസിക്കുകയാണ്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ആമേൻ നമ്മുടെ പൗരത്വമാണ് എന്നുള്ള സുവിശേഷം നമുക്ക് ഈ തിരുവെഴുത്ത് നൽകി തരുമ്പോഴും സ്വർഗത്തിൽ പോയി ജീവിക്കുന്ന ഒരു സുവിശേഷമല്ല ബൈബിൾ നമുക്ക് നൽകുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആത്മീക മർമ്മമാണ് യേശു ക്രിസ്തു തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, ആമേൻ നിന്റെ നാമം വരണമേ, നിന്റെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേൻ സ്തോത്രം. സ്വർഗം എന്നുള്ളത് ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് അനുവർത്തിയമാക്കി മാറ്റുവാനുള്ള ഒരു ആത്മീയ അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ആത്മാവിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഇന്ന് പകലിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി സമരം ചെയ്തുകൊണ്ട് ആമേൻ സ്തോത്രം ആമേൻ ഗവൺമെന്റിൽ നിന്ന് ആമേൻ സ്തോത്രം പല ആനുകൂല്യങ്ങളും പിടിച്ചെടുക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ഉപവാസ വിപ്ലവത്തിനകത്തൂടെ സ്വർഗത്തിൽ നിന്ന് കുറെ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങുന്നതല്ല ആത്മീക സത്യം എന്ന് പറയുന്നത്. 2021 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ പിതാവെ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തോളി തലയായിച്ചുകൊണ്ട് പ്രാണനെ വിടിഞ്ഞുകൊണ്ട് ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ കൈമാറിയ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതന്റെ മേല് ദൈവം പകരുന്ന ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളുമുണ്ട്. അത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് എടുക്കുവാനുള്ള ആത്മീയ രഹസ്യമാണ് സുവിശേഷം എന്ന് പറയുന്ന ദൈവിക മർമ്മം. അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തെളിവാകുന്നതല്ല, അത് നമ്മുടെ ആത്മാവിൽ മനസ്സിലാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരുവൻ വരും, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മാത്രമല്ല ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും അവൻ നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. ഇന്ന് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാർ ആവർത്തിച്ച് യേശുവിനോട് ചോദിച്ചത്, കർത്താവെ സകലതും വിട്ടു ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ആമേൻ സ്തോത്ര ഹല്ലേലൂയ. പുനരുത്ഥാനം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ആമേൻ സ്തോത്ര ശിഷ്യന്മാർ അവസാനമായി ചോദിച്ച ചോദ്യം അത് തന്നെയാണ്, കർത്താവെ ഞങ്ങളുടെ രാജ്യം യഥാസ്ഥാനപ്പെടുന്ന എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ പിടികിട്ടാത്ത ഒരു കൂട്ടം ശിഷ്യഗണങ്ങൾ ആമേൻ സ്തോത്ര യേശുക്രിസ്തുവിന്റെ പുറകെ നടന്ന് ഭൗതിക കണ്ണുകൾ കൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി ചോദിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി എന്താ? ആമേൻ നിങ്ങൾ അതോർത്ത് വ്യാകുലപ്പെടേണ്ട, പിതാവിനോട് കേട്ട ആമേൻ സ്തോത്ര വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പീൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം എന്തെല്ലാം നിങ്ങളിൽ വെളിപ്പെടണമോ, എന്തെല്ലാം നിങ്ങളിൽ ഉണ്ടാകണമോ, അതെല്ലാം ആ ശക്തിയിലൂടെ നിങ്ങളുടെ മേൽ കൈമാറുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. നാം കേൾക്കുന്ന സുവിശേഷം മാനുഷികമായിട്ടാണോ ദൈവികമായിട്ടാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. പൗലോസ് അപ്പോസ്തലൻ അതാണ് ഗലാത്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. 11-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ സ്തോത്ര ഹല്ലേലൂയ, സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ സ്തോത്രം കൈമാറിയ സുവിശേഷം എന്ന് പറയുന്നത് മാനുഷികമല്ല. അതിലെ അർത്ഥം അത് പൗലോസിന്റെ കയ്യിൽ നിന്ന് എടുത്തു പറയുന്നതല്ല, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ട് പറയുന്നതല്ല, അത് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ പൗലോസിന് ബോധ്യമായതാണ്. ആമേൻ സ്തോത്രം. ഇന്ന് ആമേൻ സ്തോത്രം പാലക്കാട് സുവിശേഷ പ്രവർത്തനമായിട്ട് 2004 ഗ്രാജുവേറ്റ് ചെയ്ത് വന്ന ആമേൻ സന്തോഷം എന്ന് പറയുന്ന മനുഷ്യൻ ആമേൻ സ്തോത്ര ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷം എന്തായിരുന്നു? ആമേൻ സ്തോത്രം 4 വർഷം ദൈവവചനം പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ വീടാന്തരം കയറി ഇറങ്ങി ആമേൻ യേശു നിങ്ങളെ രക്ഷിക്കും സൗഖ്യമാക്കുമെന്ന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പദമുണ്ട്, അത് ആർക്കും പറയാൻ കഴിയും. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഞാനും നിങ്ങളും ആമേൻ സ്തോത്ര ഹല്ലേലൂയ പറയുന്നൊരു സുവിശേഷമുണ്ട്, ഞാൻ രോഗിയായിരുന്നു കർത്താവിനെ സൗഖ്യമാക്കി. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങൾ കടഭാരത്തിലായിരുന്നു, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനിരുന്നപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചു, ഞങ്ങളുടെ കടഭാരം ആമേൻ യേശു മാറ്റി.
ഒരിക്കൽ ആമേൻ സ്തോത്രം ഒരു ഹൈന്ദവ സഹോദരൻ ആമേൻ സ്തോത്രം ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൂടുന്ന മറ്റൊരു ഹൈന്ദവ സഹോദരന്റെ ഭവനത്തിൽ വരികയും ആമേൻ സ്തോത്രം ആ സഹോദരന്റെ ഭവനത്തിൽ ഒരു മാന്യനായ മനുഷ്യൻ, ഒരു ഹൈന്ദവ മനുഷ്യൻ വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ കൂടാത്ത മറ്റൊരു സഭയിലെ ഒരു സഹോദരൻ, അദ്ദേഹവും ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം വന്നിരുന്നു കൊണ്ട് ആമേൻ സ്തോത്രം ഈ രക്ഷിക്കപ്പെടാത്ത മാന്യനായ ആ ഹൈന്ദവ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്റെ പിതാവ് മദ്യപാനിയായിരുന്നു, ഞാനും വലിയ മദ്യപാനിയായിരുന്നു. ഞാൻ പാലക്കാട് ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആമേൻ സ്തോത്രം മദ്യപാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബം നശിച്ചു പോയി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാതിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങളുടെ മദ്യപാനം മാറി. ആമേൻ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടായി. ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ യേശുവിനെ താങ്കൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മാന്യനായ ഹൈന്ദവ സഹോദരൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം ഞാനൊരു ആമേൻ സ്തോത്രം ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. ആമേൻ സ്തോത്രം ഞാൻ ദീർഘകാലം വിദേശത്തായിരുന്നു. അത്യാവശ്യം സമ്പാദ്യങ്ങളെല്ലാം എനിക്ക് ജോലി ചെയ്ത് നേടുവാൻ കഴിഞ്ഞു. ഞാൻ ഈ നാട്ടിൽ വന്നു. ഇപ്പോൾ ആമേൻ സ്തോത്രം എന്റെ കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തിന് യാതൊരു കുറവുമില്ല. ആമേൻ സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ സുവിശേഷം എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ മദ്യപാനിയായിരുന്നു, നിങ്ങളുടെ പിതാവ് മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി, കടഭാരങ്ങൾ ഉണ്ടായി, സ്വസ്ഥതയില്ലായിരുന്നു. സുവിശേഷം ഒരു ദൈവദാസൻ വന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ സുവിശേഷം വിശ്വസിച്ചു, നിങ്ങളുടെ വീട്ടിൽ സമാധാനം സന്തോഷമുണ്ടായി. നല്ലത്. ആമേൻ സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സുവിശേഷം എനിക്ക് ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്താ? ആമേൻ സ്തോത്രം എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച സുവിശേഷം ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ ആമേൻ സ്തോത്രം അദ്ദേഹം മദ്യപാനി അല്ലെങ്കിൽ ആ സുവിശേഷം അദ്ദേഹത്തെ മദ്യപാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അനുഭവമല്ല സുവിശേഷം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം ഈ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങൾ പ്രസംഗിക്കപ്പെടുന്നിടത്ത്, നിങ്ങൾ വിളിച്ചു പറയുന്നിടത്ത് ആത്മാവിന്റെ ശക്തിയായി വെളിപ്പെട്ടു വരും. അത് എവിടെയാണോ വ്യാപരിക്കേണ്ടത് അവിടെ വിടുതലായി വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ആമേൻ സ്തോത്രം ഞാൻ ഇങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്ന സുവിശേഷം അല്ലെങ്കിൽ ഈ ആമേൻ സ്തോത്രം ആത്മാവിൽ വെളിപ്പെടുന്ന സുവിശേഷം കേൾക്കാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ശരീരമില്ലാത്ത കേവലം അസ്ഥികളാണെങ്കിൽ പോലും അതിന് ജീവൻ വരുത്തുവാൻ കഴിയുന്നതാണ്. ഞാൻ ഒരു കൊടുക്ക പറയാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ താൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാസർ. ലാസർ മരിച്ചു ലാസർ ധീരമായി കിടക്കുന്ന സമയത്ത് ലാസറിന്റെ സഹോദരിമാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വിട്ടിട്ട് ആളയച്ചു പറഞ്ഞില്ലേ, നിന്റെ സഹോദരനായ സ്നേഹിതൻ ആമേൻ സ്തോത്രം ധീരമായി കിടക്കുന്നു, വന്ന് സൗഖ്യമാക്കണമെന്ന്. യേശു പോയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 4 ദിവസം കഴിഞ്ഞ് യേശു ബഥാനിലേക്ക് ചെന്നു. ചരിത്രം നിങ്ങൾക്കറിയാം. 4 ദിവസം കഴിഞ്ഞ് ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആ ഭവനത്തിലെ ആരവാരം എന്തായിരുന്നു? കുരുടന് കണ്ണ് തുറന്നവന് ഇവനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ലായിരുന്നു. ചെകിടന്റെ ചെവി തുറന്നവന് ഇവനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ യേശുവിന് നിങ്ങളോടുള്ള സ്നേഹം. ഇതൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം പരീശന്മാർ ഈ ആമേൻ സ്തോത്രം ലാസറിന്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് സഹോദരിമാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ യേശു ആമേൻ ബഥാനി എന്ന പട്ടണത്തിലേക്ക് അടുത്തു വരുമ്പോൾ, വീട്ടിലേക്ക് വന്നില്ല, പട്ടണത്തിന്റെ വാതിക്കൽ എത്തിയപ്പോൾ യേശു വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ സഹോദരിമാർ യേശുക്രിസ്തുവിന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് പറഞ്ഞൊരു സന്ദേശമുണ്ട്, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചു പോകത്തില്ലായിരുന്നു. ആമേൻ സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചു പോകത്തില്ലായിരുന്നു എന്ന് ഈ സഹോദരിമാർ പറയുമ്പോൾ യേശുക്രിസ്തു അടുത്ത സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുകയാണ്. സഹോദരിമാർ എന്താ പറയുന്നത്? ഇതുവരെ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു സുവിശേഷത്തിന്റെ വാതിലെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എന്നാൽ നിന്റെ സഹോദരൻ മരിച്ചുപോയി, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു സുവിശേഷമാണ് ഞാനെന്ന് തെളിയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഈ 4-ാം ദിവസം ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത്. ഇന്ന് പകലിൽ ഒരു ആത്മീക ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇതുവരെ ആമേൻ സ്തോത്രം ബഥാനി അടക്കമുള്ള ആമേൻ സ്ഥലങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളെങ്കിൽ ആമേൻ സ്തോത്രം മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു സുവിശേഷം ഉണ്ട് എന്ന് ബഥാനിയിൽ തെളിയിക്കപ്പെടുവാൻ നിന്റെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചിട്ടുണ്ടെങ്കിൽ, അവനിൽ ദൈവനാമം മഹത്വം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ വെളിപ്പെടാൻ പോകുന്ന മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത് ഇതുവരെ ബഥാനി കാണാത്തൊരു സുവിശേഷം
സുവിശേഷമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന സുവിശേഷം. ഇന്ന് പകലെ കേരളക്കരയിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ഈ ആത്മീക ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ, ഇന്ത്യയുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ ആത്മീക ദൂത് വിളിച്ചു പറയുമ്പോൾ, കൃപയുള്ളവർ ഇത് ഏറ്റെടുക്കട്ടെ. ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത സുവിശേഷത്തിന്റെ ശക്തി കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ, ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീയ ഉണർവുകൾ വെളിപ്പെടുത്തുവാൻ, ഈ പാൻഡമിക് കാലഘട്ടത്തിൽ പലതും നമ്മുടെ ഹൃദയങ്ങളിൽ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ എന്തേ കർത്താവ് ഇങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചുകൊണ്ട് നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, അടുത്തൊരു സുവിശേഷത്തിന്റെ വാതിൽ ഇന്ത്യയുടെ മണ്ണിൽ തുറക്കപ്പെടും. അത് എന്നിലൂടെയും നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കുവാൻ കൃപയുള്ളവർ ആത്മാവിൽ സ്വീകരിച്ചു ദൈവത്തിന് നന്ദി പറയട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിങ്ങളുടെ പേര് അങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ, ബദാനിയുടെ പട്ടണത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മരണത്തെ നീക്കിക്കൊണ്ട് ജീവനെ പുറത്തു കൊണ്ടുവന്ന സുവിശേഷം ഇന്ന് വരെ ജോബിൻ പാസ്റ്റർ നിങ്ങളിലൂടെ നടന്നിട്ടില്ലാത്തത് കേരളത്തിൽ നടക്കട്ടെ. ഇന്ന് വരെ മറ്റാരിലൂടെയും ഇന്ത്യയിൽ നടക്കാത്തത് ജോബിൻ അഭിഷക്തനെ നിങ്ങളിലൂടെ നടക്കട്ടെ. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തൂടെ നടക്കട്ടെ. അതായിരിക്കട്ടെ ഈ കാമേശ്വര ബദാനിയുടെ പട്ടണത്തിലെ ലാസറിന്റെ മരണം ദൈവം മാറ്റിയെടുത്തതെങ്കിൽ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന് പുതിയത് ചിലത് ചെയ്യാനുണ്ട് എന്ന് ഈ സുവിശേഷത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തത്, ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ ദൈവിക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് തന്റെ ജ്ഞാനത്താൽ തന്റെ കൃപയാൽ നമ്മുടെ മേൽ പകർന്ന് ഈ തലമുറയുടെ ഒരു ഉണർവിനായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി പോകുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നിട്ട് സ്തോത്രം, നിന്റെ സഹോദരൻ മരിച്ചു. സ്തോത്രം, ശരിയാണ്, പക്ഷേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുന്നത്? ഇതുവരെ കണ്ടത് രോഗസൗഖ്യമാ. നീ എന്നോട് എന്താ പറഞ്ഞത്? സ്തോത്രം, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, നിന്റെ സഹോദരന്റെ പൾസ് തീരുന്നതിന് മുമ്പ് യേശുവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചു പോകത്തില്ല എന്നല്ല നീ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്തോത്രം, അല്പം പ്രതീക്ഷ സ്തോത്രം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് എന്റെ പ്രവൃത്തി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ആ ലാസർ മരിച്ചുപോയി. സ്തോത്രം, മരിച്ച ദിവസം യേശു വന്നില്ല, രണ്ടാം ദിവസവും വന്നില്ല, മൂന്നാം ദിവസവും വന്നില്ല, നാലാം ദിവസം വന്നത്. അതെന്താ അങ്ങനെ വന്നതിന്റെ കാരണമുണ്ട്. സ്തോത്രം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു ചിന്തയുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ ആത്മാവ് 3 ദിവസം ചുറ്റിപ്പറ്റി നിൽക്കും. സ്തോത്രം, ഈ ഏതെങ്കിലും ഒരു ദിവസം തിരിച്ചു കടന്നു വരാനും സാധ്യതയുണ്ട്. സ്തോത്രം, അപ്പോൾ മാനുഷികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സ്തോത്രം ഇനിയും പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ലാസറിന്റെ ശരീരം മരിച്ചു 1 ദിവസം 2 ദിവസം 3 ദിവസം മാത്രമല്ല 4 ദിവസവുമായി നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാ മാനുഷികമായ ബുദ്ധിമണ്ഡലങ്ങളിലെ കഴിവുകളും അസ്തമിച്ചപ്പോൾ ഇതാ ദൈവത്തിന്റെ സ്തോത്രം ശക്തി വെളിപ്പെടുത്തുവാൻ, സുവിശേഷത്തിന്റെ അടുത്ത മേഖല തുറക്കപ്പെടുവാൻ യേശു രംഗത്ത് വരികയാണ്. ഇന്ന് പകലിൽ ഞാൻ ഒരിക്കൽ കൂടെ ആ പദം പറയാം. സ്തോത്രം, മാനുഷികമായ എല്ലാ കഴിവുകളും അസ്തമിച്ചു. ഇനിയും ആ പ്രശ്നത്തിൽ നിന്ന് കരകയറുവാൻ എനിക്ക് സ്തോത്രം ഒരു രക്ഷയുമില്ല. എല്ലാ അവസ്ഥകളും എല്ലാ സാധ്യതകളും തീർന്നു. പാസ്റ്റേ, ബാങ്കിലുണ്ടായിരുന്ന സമ്പത്ത് തീർന്നു. സ്തോത്രം, എല്ലാം തീർന്നു. ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ വാടക കൊടുക്കും? എങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കും? എങ്ങനെ ജീവിതത്തിനകത്ത് ഇനിയും ആ ലോൺ അടച്ചു തീർക്കും? ഇങ്ങനെ ചിന്തിക്കുന്ന മാനുഷികമായ എല്ലാ സാധ്യതകളും അടഞ്ഞു കിടക്കുന്നിടത്ത് സ്വർഗം പറയുകയാണ്. സ്തോത്രം, നാറ്റം വെച്ചാലും കുഴപ്പമില്ല. സ്തോത്രം, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ ആ ദൂത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. മനുഷ്യന്റെ സകല സാധ്യതകളും അടയപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ സാധ്യത തുറന്നു വരുമെന്ന് ഇന്ന് പകലിൽ ദൈവം തെളിയിക്കുമെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തെളിയിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തെളിയിക്കും. കാരണം എന്തെന്നറിയാമോ? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബമാണ് ലാസറിന്റെ കുടുംബം. ലാസറെ, നിന്റെ കുടുംബത്തിൽ മാത്രം എന്താ ആ മരണം വന്നത്? നിന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെയുള്ള ആ വിഷമം വന്നത്? വേറൊന്നുമല്ല, വേറെ ഒരാളുടെ വീട്ടിലല്ല എനിക്കത് തെളിയിക്കേണ്ടത്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന
നിന്റെ വീട്ടിൽ തന്നെ, നീ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടിൽ തന്നെ, ഏറ്റവും അധികം ഉപവസിക്കുന്ന നിന്റെ വീട്ടിൽ തന്നെ, ഏറ്റവും അധികം കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിന്റെ വീട്ടിൽ തന്നെ, അത് വന്നത് പിശാചിന്റെ ആമേശ്വത പോരാട്ടമായിട്ടല്ല, എനിക്കും നിന്നിൽ അടുത്തൊരു നിലവാരം തുറക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും ആരാധിച്ചിട്ട്, ഞാൻ ഇത്രയും കാലം കർത്താവിന് വേണ്ടി നിന്നിട്ട്, കർത്താവിന് വേണ്ടി ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, നിന്റെ വീട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പെടാൻ പോകുകയാ. നിന്റെ വീട്ടിൽ കണ്ടിട്ടിട്ടാണ് ബദാനി ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഗലീല ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, സ്തോത്രം നിന്റെ ഭവനത്തിനകത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഹല്ലേലൂയ. ഇപ്പൊ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു, അടക്കം ചെയ്തു, നാറ്റം വെച്ചു, 4 ദിവസമായി. ഈ ലാസറിന്റെ കല്ലറക്കിലേക്ക് യേശു കർത്താവ് പോകുമ്പോൾ സഹോദരിമാരുടെ യേശു എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്? ആമേശ്വരഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് സഹോദരിമാരോട് യേശു പറഞ്ഞപ്പോൾ സഹോദരിമാരോട് പറഞ്ഞ സന്ദേശം ഇതാ: കർത്താവെ, ഒടുക്കത്തെ നാളിൽ ആമേശ്വരം ഞങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനർത്ഥം നല്ലൊരു പെന്തക്കോസുകാരിയാണ് ഈ മറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാർത്ത എന്ന് പറയുന്ന. ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നെങ്കിലൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴൊക്കെ നടക്കുന്നു ആരെങ്കിലും പറഞ്ഞാൽ അത് ദുരുപദേശമാണ്. ആമേശ്വരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനമാണ്. ആമേശ്വരങ്ങളെ ഇപ്പോൾ ആമേശ്വരം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ച സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നാളിൽ ഒരു പുനരുദ്ധാനം ഉണ്ടെന്ന. പക്ഷെ യേശു ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിടുതൽ നടക്കും എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താ? ഞങ്ങൾ 3 ദിവസം ഉപസിച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥലവിൽപ്പന നടന്നത്. അപ്പോൾ പിന്നെ ആമേശ്വരഹല്ലേലൂയ, ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ വിടുതൽ നടക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസ്പെരിറ്റി അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ആമേശ്വരം ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഒരു 3 ഇരിക്കും, 7 ഇരിക്കും. ആമേശ്വരം അങ്ങനെയൊക്കെ പിടിച്ചു വാങ്ങിയ അനുഗ്രഹങ്ങളാ. അപ്പൊ ഇപ്പത്തെ ന്യൂജൻ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. യേശു പറയാണ്, ഇപ്പോൾ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ആമേശ്വരം ഇതാണ് തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആമേശ്വരം യേശു കർത്താവ് ആ സഹോദരിയോട് ആമേശ്വരം ഒരു 10 മിനിറ്റ് അവിടെ ഒന്ന് പ്രസംഗിച്ചു. ആമേശ്വരം നിങ്ങൾക്കറിയാം, യേശു ബദാനി എന്ന് പറയുന്ന പട്ടണത്തിൽ കയറിയിട്ടേ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ടില്ല. പട്ടണത്തിന്റെ വാതിക്കൽ എത്തിയിട്ടുള്ളൂ. പട്ടണത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ടാണ് യേശുവിന്റെ കാൽക്കൽ വന്ന് വീണ മാർത്തയോട് യേശു സംസാരിക്കുന്നത്. ആമേശ്വരം നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, സഹോദരൻ ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനം പ്രാപിക്കും. അല്ല മാർത്തേ, ആമേശ്വരങ്ങളെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേശ്വരത്തെ സഹോദരങ്ങൾ ഇതൊക്കെയാ നമ്മൾ വിശ്വസിക്കേണ്ടത്. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൊറോണ വന്ന് ശ്വാസം മുട്ടലായി, ആമേശ്വരം 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആമേശ്വരം നമ്മുടെ വീട്ടിൽ പനി വന്നപ്പോൾ നമ്മൾ ആമേശ്വരത്തെ വിശ്വസിക്കാൻ തുടങ്ങി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൊറോണ വന്ന് മരിച്ച ചരിത്രവും. ഇന്ന് പകലിൽ ആമേശ്വരം നീ വിശ്വസിക്കേണ്ടത് അതല്ല. ആമേശ്വരം നീ വിശ്വസിക്കേണ്ടത് പുനരുദ്ധാനവും ജീവനും യേശുവാകുന്നു. അവൻ എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കൊറോണക്കല്ല എന്റെ അകത്ത് സ്ഥാനം, പുനരുദ്ധാനത്തിനും ജീവനുമായി യേശുവിനാണ്. ആമേശ്വരഹല്ലേലൂയ. സഹോദരങ്ങളെ, കാണപ്പെടാത്തൊരു കൊറോണയെ ഇത്ര വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേശ്വരഹല്ലേലൂയ, ചരിത്ര തെളിവോടുകൂടെ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ അതിന്റെ ഒരു അല്പമെങ്കിലും വിശ്വസിച്ചാൽ മതി. കൊറോണ നിന്റെ 7 അയലോക്കത്ത് വരത്തില്ല. ആമേശ്വരത്തെ എന്താ അങ്ങനെ പാസ്റ്റർ പറയുന്നത്? ആമേശ്വരഹല്ലേലൂയ, ഇത് വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്നത്, വിശ്വസിക്കാത്തവർക്ക് വ്യാപരിക്കത്തില്ല. ആമേശ്വരഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം ജീവനുമാകുന്നു. പിന്നെ ആമേശ്വരത്തെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. നീ എന്തിനാ പറയുന്നത്? ആമേശ്വരഹല്ലേലൂയ, എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ആമേശ്വരം ഇത് കേട്ട് ഒരു 10 മിനിറ്റ് പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ആമേശ്വരഹല്ലേലൂയ ഇവള് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് മാർത്തയെ ചെന്നിട്ട് വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്. മാർത്തയെ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, ആമേശ്വരം നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചു പോകത്തില്ലായിരുന്നു. രണ്ടുപേരുടെയും കരച്ചിലും നിലവിളി കണ്ടപ്പോൾ യേശു കർത്താവ് വേഗത്തിൽ കല്ലറയിലേക്ക് ചെന്നു. കല്ലറകൾ ചെന്നിട്ട് യേശു കർത്താവ് ആമേശ്വരത്തെ പറഞ്ഞൊരു പദം ഇതാണ്:
കല്ലറയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുവീൻ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, കല്ല് ഉരുട്ടി മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. കുറച്ചു മുമ്പത്തെ പ്രസംഗത്തിൽ അവരെന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നു. ഇങ്ങനെയാ ഉപവാസ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസം. വീട്ടിൽ വരുമ്പോഴാണ് അല്ലെങ്കിലും എനിക്കറിയാം ആമേശ്വത ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളെന്ന്. ആമേശ്വത ഉപവാസ പ്രാർത്ഥനയുടെ വിശ്വാസമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ആമേശ്വത്രം ജീവിതത്തിന്റെ മുമ്പിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവിടെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവിക വിശ്വാസമാണ് നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരേണ്ടത്. ആമേശ്വത ഉണർവ് മീറ്റിംഗിനകത്ത് വന്ന് പ്രസംഗിക്കുന്ന ദൈവദാസൻ, പാലക്കാട് ആമേശ്വത്രം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആമേശ്വത്രങ്ങളിലെ പാലക്കാട് ഭയങ്കര വിടുതൽ നടന്നു എന്ന് പറയുമ്പോൾ ആമേൻ പറയുന്നവരെ അല്ല വേണ്ടത്. അതേ പ്രശ്നം എന്റെ വീട്ടിൽ വന്നാലും ആമേശ്വത്രം അതെന്നെ തൊടത്തില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി മതി പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ. ആമേശ്വത്രങ്ങളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ആമേശ്വത്രം ജീവിതത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ വിശ്വാസത്തെ ആമേശ്വത്രങ്ങളിലെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവിക വിശ്വാസം നമ്മുടെ അകത്ത് ഉരുവായി വരണം. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ആമേസ്തോത്രം 12 ശിഷ്യന്മാർ യേശു കർത്താവിന്റെ പുനരുദ്ധാനം വിശ്വസിക്കാതെ വന്നപ്പോൾ ആമേസ്തോത്രം മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യം. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അവർക്ക് 11 പേർ ഭക്ഷണത്തിരിക്കുമ്പോൾ അതാരാ? യേശു കർത്താവ് ശിഷ്യന്മാരാണ്. ആരാണത്? 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന്, ഒന്നും കൂടെ പറഞ്ഞാൽ 3 വർഷം BTH കോഴ്സ് പഠിച്ചവര്. അമേസ്തോത്രങ്ങളില്ല. ഇവര് അമേസ്തോത്രം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് അത്ഭുതം കണ്ടവർ, അത്ഭുതം ചെയ്ത കണ്ട മാത്രമല്ല ചെയ്ത ആമേസ്തോത്രം ലാസറിന്റെ ഉയർപ്പ് കണ്ടവരാണ്, എല്ലാം കണ്ടവരാണ്. എന്നിട്ട് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ആമേസ്തോത്രം യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 നാൾ കൊണ്ട് ഞാൻ പണിയാം. യേശു കർത്താവ് പറഞ്ഞു ആമേസ്തോത്രം ഞാൻ യഹൂദന്മാരെ പിടിക്കപ്പെടും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആമേസ്തോത്രം യേശുവിനെ അടക്കം ചെയ്തപ്പോൾ ആമേസ്തോത്രം പീലാത്തോസിന്റെ പടയാളികൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് ഇവന്റെ ശിഷ്യന്മാർ വല്ലവരും ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി ഇവൻ ഉയർത്തു എന്നുള്ള ഒരു കഥ പറക്കാതിരിക്കേണ്ടതിന് വേണ്ടി കാവൽ നിർത്തണമെന്ന് പറഞ്ഞ് പീലാത്തോസിനോട് പറഞ്ഞ് കാവലും നിർത്തി സീലും പതിപ്പിച്ച് വളരെ സുരക്ഷിതമായി കല്ലറ എന്ന് പറഞ്ഞാൽ പടയാളികളുടെ ഉള്ളിൽ പോലും ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു സന്ദേഹം ഉണ്ടായിരുന്നു. അത്ര പോലും 3.5 വർഷം കൂടെ നടന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞ ശിഷ്യന്മാരുടെ ഉള്ളിൽ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് അവർക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് അതിരാവിലെ കല്ലറക്കൽ ചെന്ന സഹോദരിമാർ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള ആ സന്ദേശം ഇവരോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വെറും കഥ പോലെ തോന്നി എന്നാണ് ലൂക്കോസ് 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവർക്ക് വെറും കഥ പോലെ തോന്നി. അതുകൊണ്ടാണ് ഈ കഥ പോലെ തോന്നിയത് കൊണ്ടാണ് യെരുശലേമിൽ എമ്മൂസിലേക്ക് 2 പേർ തർക്കിച്ചും വാദിച്ചും പോയത്. ഇന്നും പലർക്കും ഈ തർക്കവും വാദവും വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യേശു ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള അറിവില്ല. അവർക്ക് ഇന്നൊരു തർക്ക വിഷയമാണ്. സ്തോത്രം ദൈവം ഏകനാണോ ത്രിയേകനാണോ സ്തോത്രം ഇനി അതാണോ ഇതാണോ എനിക്കറിയത്തില്ല. സ്തോത്രല്ലേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് തർക്കിക്കുന്ന സുവിശേഷമല്ല, ഇതൊരു ആത്മീക മർമ്മമാണ്. ഇത് വെളിപ്പാടിൽ തിരിച്ചറിയേണ്ടതാണ്. സ്തോത്രഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പോൾ സ്തോത്രം ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്തോത്ര ശിഷ്യന്മാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ തർക്കിച്ചും വാദിച്ചും പോകുക. അപ്പൊ 11 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ നടുവിലേക്ക് വെളിപ്പെട്ടിട്ട് അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. സ്തോത്രം. ഇന്ന് പകല് ശ്രദ്ധിച്ചായിട്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ദൈവം എനിക്ക് അത് നൽകും, ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എന്നെ വെടിവെക്കും, ഇങ്ങനെ പറയുന്ന ഒരു കോമൺ ഫാക്ട് അല്ല. സ്തോത്രം. ഈ വിശ്വാസം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അമ്പലത്തിൽ പോകുന്നവനുമുണ്ട്, യാക്കോബ പള്ളി പോകുന്നവനുമുണ്ട്, ഓർത്തഡോക്സ് പള്ളി പോകുന്നവനുമുണ്ട്, പെന്തക്കോസിൽ പോകുന്നവനുമുണ്ട്. എന്ത് വിശ്വാസം? സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, കൊറോണ മാറാൻ പ്രാർത്ഥിച്ചാൽ കൊറോണ മാറും, കൊടുത്താൽ ദൈവം തരും. അതുകൊണ്ടാണ് പെന്തക്കോസുകാർ 100 രൂപ കൊടുക്കുമ്പോൾ ജാതികളായിരിക്കുന്ന മനുഷ്യൻ അവന്റെ ബിസിനസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവന്റെ ദൈവത്തിനോട് കോടികളാണ് കൊടുക്കുന്നത്. കാരണം എന്താ? കിട്ടും, അവന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ ഒരു വിശ്വാസമല്ല സുവിശേഷം നമുക്ക് തരുന്ന വിശ്വാസം. സുവിശേഷം സ്തോത്രം ബൈബിൾ നമുക്ക് വെളിപ്പെടുന്ന വിശ്വാസം എന്താ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും
വരുന്നു. അപ്പം വചനത്താൽ ഉളവാകേണ്ട ഒരു വിശ്വാസം, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനാൽ വരേണ്ട ഒരു വിശ്വാസം, അതാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്. അപ്പൊ നമ്മിൽ വെളിപ്പെടേണ്ട ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ആ വിശ്വാസം എവിടുന്ന് വരണം? ക്രിസ്തുവിൽ നിന്ന് വരണം. അതെവിടുന്ന് വരണം? ആത്മാവിൽ നിന്ന് വരണം. അപ്പൊ ആ വിശ്വാസം സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇല്ലാതിരുന്നത്. ലാസർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർക്ക് വിശ്വാസമാണ്, കാരണം അത് അവർ കണ്ടതാ. പച്ചവെള്ളം മുന്തിരിവീഞ്ഞായി മാറിയത് അവർക്ക് വിശ്വാസമാണ്, കാരണം അത് അവർ കണ്ടതാണ്. കുരുടന്റെ കണ്ണു തുറന്നത് അവർ കണ്ടതാണ്. സ്തോത്രം ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഇല്ലാത്തൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. അപ്പോൾ സ്തോത്രങ്ങളില്ല, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത ശിഷ്യന്മാരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും യേശു ശാസിച്ചു. പിന്നത്തേതിൽ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെടണം, സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ സുവിശേഷം ആരാണ് പ്രസംഗിക്കേണ്ടത്? രോഗശാന്തി കിട്ടിയവനാണോ? അല്ല. സാക്ഷ്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുനരുദ്ധാനത്തിന്റെ വിശ്വാസം അകത്ത് വന്നവനാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അപ്പൊ തേജസ്സിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനമാണ് തേജസ്സിന്റെ സുവിശേഷം. സ്തോത്രം. ഈ സുവിശേഷത്തിന്റെ അകത്ത് എന്താണ് രഹസ്യമിരിക്കുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, സ്തോത്രം, പാപസംബന്ധമായി മരിച്ചവരായ നിങ്ങൾ അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങൾ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടുവെങ്കിൽ പിതാവിന്റെ മഹിമയിൽ പുത്രൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിനകത്ത് വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം അവന്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. പൗലോസ് സ്തോത്രം എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചിരിക്കുന്നു. ഉയർപ്പിക്കുമെന്നല്ല, ഉയർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, ആകയാൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിലുള്ളത് ചിന്തിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനുള്ളത് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിച്ചു വളർന്നു വന്ന സാഹചര്യത്തിന്റെ അകത്തു നിന്നുകൊണ്ട് പരിമിതമായ ചിന്തകളിലൂടെയല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. മറിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ തലങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുതിയ മനുഷ്യൻ അന്യഗ്രഹത്തിൽ പോയി താമസിക്കുന്നത് പോലെ ഏതോ ഒരു സ്ഥലത്ത് പോയി മരണാന്തരം ജീവിക്കുന്ന ജീവിതത്തെ കുറിച്ചല്ല യേശു പഠിപ്പിക്കുന്നത്. മറിച്ച് ആ പുതിയ അനുഭവത്തിൽ ഇവിടെ ജീവിച്ച് നിത്യമായി യേശുവിനോടുകൂടെ വാസം ചെയ്യുന്ന ഒരു യുഗം ആണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകൾക്കകത്തും ദൈവത്തിന്റെ സാധ്യതകളെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സുവിശേഷത്തിന്റെ വാതിലാണ് യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം തുറക്കപ്പെട്ടിരിക്കുന്നത്. സമയപരിമിതിയിൽ നിന്നുകൊണ്ട് സ്തോത്രം എനിക്കതിനെ വിശുദ്ധീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്തോത്രം എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ വേണ്ടി പോകുകയാണ്. 11:30 ഞങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിൻ്റെതായ മീറ്റിംഗ് ഉണ്ട് ഇന്ന് പകലിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, സ്തോത്രം, അത് ദൈവികമാണ്. ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്ന്. സ്തോത്രം, ഞാൻ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ച നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതിന്റെ ശരീരം. സ്തോത്രം, ഇതിനകത്തൊക്കെ വലിയ രഹസ്യമുണ്ട്. സ്തോത്രം, കേവലം സ്തോത്രം ചർച്ചിനകത്ത് കൂടി വന്ന് ഒരപ്പം എടുത്ത് 4 കഷ്ണമാക്കി മുറിച്ച് പാകം ചെയ്ത് കൊടുക്കുന്ന ഒരു കർമ്മമല്ല. സ്തോത്രം, ഒരു ആചാരമല്ല കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. അതിനകത്ത് വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണ്? സ്തോത്രങ്ങളില്ല, നമ്മെ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു എന്നുള്ള ആത്മീക സത്യമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടണമെന്ന് പൗലോസ് പറയുന്നത്. എഫെസ്യ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്,
ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിച്ചിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശയിൽ നിന്നറിഞ്ഞിട്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി തന്റെ അവകാശത്തിന്റെ മഹത്വത്തിന്റെ അവകാശം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മളിൽ അകത്തിരിക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെട്ടിരിക്കുന്ന സുവിശേഷം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹത്തെ കുറിച്ച് വിടുതലുകളെ കുറിച്ച് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ജാതികൾക്ക് പിതാവായി ദൈവം കൈമാറിയിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ ആ സ്വർഗീയ വെളിപ്പാടുകളെ ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടുവാനിടയായി തീരട്ടെ. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നിങ്ങളുടെ അകത്ത് ആത്മാവിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാ ബോധ്യമാക്കിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നല്ല പ്രസംഗമെന്ന് നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയത്തില്ലായിരിക്കാം. ഒരുപക്ഷെ പ്രസംഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മരിച്ചു നാറ്റം വെച്ച് കിടന്നവൻ ലാസറേ എന്ന് വിളിച്ചപ്പോൾ പുറത്തു വന്നു. അവന് ചെവിയില്ല, അവന് കണ്ണില്ല, അവന് കേൾക്കാൻ കഴിയുന്ന ജീവനില്ല, ശരീരമില്ല. പക്ഷെ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ ലാസർ പുറത്തു വന്നു. ഇന്ന് പകലിൽ എന്റെ വാക്കുകൾ 1 മണിക്കൂറിൽ നിങ്ങളോട് സംസാരിച്ചു. ഈ വാക്കുകൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ പുറത്തു വന്നാൽ അവൻ നിമിത്തം, ലാസർ നിമിത്തം, കർത്താവ് നിമിത്തം മാത്രമല്ല ലാസർ നിമിത്തവും അനേകർ യേശുവിനെ വിശ്വസിക്കുവാൻ ഇടയായി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ അകത്തുള്ള ആത്മീയ ആ വെളിപ്പാടുള്ള മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളുടെ അകത്തുള്ള ആത്മീയ മനുഷ്യന്റെ തീവ്രമായ ആ ദൈവിക വെളിപ്പാടുകളിലൂടെയുള്ള ജീവിതം കണ്ടിട്ട് അനേകർ ക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയായി തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് പകൽ ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ചലനമറ്റു കിടക്കുന്ന സ്തോത്രം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, നിങ്ങളുടെ ദാമ്പത്യ ജീവിത ബന്ധങ്ങൾ എല്ലാം ജീവൻ പ്രാപിക്കുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തില് ഇന്ന് പകലിൽ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. എല്ലാ ഡ്രൈനസും മാറട്ടെ. ഒരു സ്പിരിച്വൽ പ്രോഗ്രസീവ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ഒരു പുതിയ അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളിൽ സംഭവിക്കട്ടെ. ഏലിയാവിന് ശേഷം ഒരു ഏലീശയെ രംഗത്ത് കൊണ്ടുവന്നത് പോലെ ഈ കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് സുവിശേഷത്തിന്റെ തീനാളങ്ങളെ വാരി വിതറുവാൻ കഴിയുന്ന അഭിഷക്തന്മാർ രംഗത്ത് വരട്ടെ. ഈ കൊറോണ കാലഘട്ടത്തിൽ കേരളത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, ഇന്ത്യയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ധാരാളം അഭിഷക്തന്മാർ കർത്താവിനോട് സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരു അഭിഷക്തന്മാർ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അവിടം കൊണ്ട് ശുശ്രൂഷ അവസാനിക്കുകയല്ല. ഏലിയാവിന് ശേഷം ഒരു ഏലീശ രംഗത്ത് വന്നതുപോലെ, പൗലോസിന് ശേഷം ഒരു തിമോഥെയോസ് രംഗത്ത് വന്നതുപോലെ കാലഘട്ടത്തിന്റെ വെളിപ്പാടുകളുടെ നിയോഗങ്ങളെ കൈമാറുന്ന ദൈവിക അഭിഷക്തന്മാരും കുടുംബങ്ങളും പുറത്തുവരുന്ന അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്തൂടെ വിശ്വസിക്കുന്ന അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. ശബ്ദമുയർത്തി അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകൾ എന്ന് പറഞ്ഞാട്ടെ. അന്യഭാഷകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. രഹസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരികയാണ്. സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ തേജസ്സിന്റെ ആ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പാടുകൾ ആത്മാവിൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. പൗലോസ് പറയുന്നു, എന്റെ ആത്മാവിൽ എനിക്ക് വെളിപ്പെട്ട രഹസ്യങ്ങൾ ചുരുക്കത്തിൽ എഴുതിയിട്ടുണ്ട്. തന്റെ ആത്മാവ് അത് സംബന്ധിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ മുട്ടുകുത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അന്തരവന്തരവന്തരവാതരവക്ഷകരം ധേരിമാരമനം ദൂരക്കാലം വേദി
അടകം ചുരകം ദുരുവി കർമ്മ ജാല താല തേരെ 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 യേശുവിന്റെ നാമത്തില് ഈ അഭിഷക്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അങ്ങ് തന്ന ദൈവിക അധികാരത്തിൽ ഇപ്പോൾ തന്നെ അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ തീയിറങ്ങട്ടെ, ദൈവത്തിന്റെ കരത്തിന്റെ സ്തോത്രം അധികാരം വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഇന്ന് പകലിൽ രോഗികൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ മേൽ സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുന്ന കർത്താവേ. എല്ലാ രോഗങ്ങളും മാറട്ടെ, ഷുഗറുകൾ പ്രഷറുകൾ നോർമലാകട്ടെ യേശുവിന്റെ നാമത്തിൽ. വിട്ടുമാറാത്ത തലവേദനകൾ, വിട്ടുമാറാത്ത നട്ടലിന്റെ വേദനകൾ, കാലിന്റെ വേദനകൾ, അസ്ഥികളുടെ തേയ്മാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പറയാൻ കഴിയാതെ രഹസ്യമായ ചില രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. റിലീസ് ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലേഖാമ ശകാരിയ തൂനിയ റബ ഹന്തരബ. ആമേൻ കർത്താവേ, ഞങ്ങൾ സമ്പന്നനാകേണ്ടതിന് വേണ്ടി അങ്ങ് ദരിദ്രനായി തീർന്ന കൃപയുടെ സുവിശേഷത്തിന്റെ ശക്തി ഇപ്പോൾ ആമേൻ ഈ ജനത്തിന്റെ സമ്പത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ദാരിദ്ര്യത്തിന്റെ കെട്ടുകളും പൊട്ടിമാറട്ടെ. ആമേൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആമേൻ കാടപ്പക്ഷിയെ അയച്ച ദൈവം, ആമേൻ മന്ന പൊഴിയിപ്പിച്ച ദൈവം, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടിയുള്ളത്, അവരുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള സമ്പത്തിന് ഇപ്പോൾ ഞാൻ